പെൺകുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ മക്കൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റിയ നല്ല പല സ്കീമുകളുണ്ട്. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഒരു ചെറിയൊരു തുക വെച്ച് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നു. ഇതിന് നമുക്ക് ഗ്രോത്ത് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ചെറിയൊരു എമൗണ്ട് കിട്ടുള്ളൂ. പക്ഷേ ഇതിനേക്കാൾ ബെറ്റർ റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന സ്കീം. ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. ഇത് നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ തുടങ്ങാം. ഇതിനുള്ള ഒരു ഇതെന്ന് വെച്ചാൽ 18 വയസ്സാകുമ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് എമൗണ്ട് വിഡ്രോവൽ അടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 21 വയസ്സാകുമ്പോൾ മകളുടെ കല്യാണം അങ്ങനെയുള്ള ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാം. ആ ഒരു ടൈമിലും നിങ്ങൾക്ക് വിഡ്രോവൽ എടുക്കാം. ഇത് ഒരു ചെറിയൊരു കാലയളവിലേക്ക് ഇട്ടിട്ട് എടുക്കുക എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ നോക്കരുത്. ഒരു ലോങ് ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കീമാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്കീം തുടങ്ങാം. അറൗണ്ട് 7 to 8% അല്ലെങ്കിൽ 8നേക്കാൾ കുറച്ച് മുകളിൽ ഈ രീതിയിലേക്ക് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഇതിൽ നിന്ന് ലഭിക്കും. ഇത് ഓരോ വർഷവും ഗവൺമെൻറ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അനൗൺസ് ചെയ്യും റേറ്റുകൾ കാര്യങ്ങൾ എത്രയാണ് അവർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇതൊന്ന് ഒരു ഓപ്ഷൻ നിങ്ങൾക്കിത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ടും ചെയ്യാം. ഇതിനെന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഒരു റിസ്ക്കുള്ള ടൈപ്പ് ഫണ്ടുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും തെറ്റില്ല. കാരണം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കല്യാണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു 15-18 വർഷത്തോളം ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കാനുള്ളൊരു ടൈം ഫ്രെയിം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താലൊരു ഓപ്ഷൻ ഈ കൺസിഡർ ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു റിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ടൈം ഫ്രെയിം നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളായിട്ട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇതിൽ നല്ല രീതിയിൽ കിട്ടും. നമുക്ക് റിസ്ക് ഒഴിവാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നിങ്ങൾ പെൺമക്കളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ കാര്യങ്ങളായിട്ട് കൺസിഡർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ നീക്കിയിരിപ്പ് കൊടുത്തു തുടങ്ങും. ഭാവിയിൽ നിങ്ങൾക്ക് നല്ലൊരു വലിയ എമൗണ്ടായിട്ട് അത് മാറ്റിയെടുക്കാൻ സാധിക്കും.